അങ്ങനെയുണ്ട്, ടേസ്റ്റ് അങ്ങനെയുണ്ട്? ടേസ്റ്റ് അടിപൊളി, നല്ല ടേസ്റ്റ്. ബഗ് അടിക്കുന്നവർക്കാണെങ്കിൽ ഒരു ബഗ് അല്ലെങ്കിൽ ഒരു ബിയറോ അടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ബീഫ് 1.5 കിലോ ഉണ്ട്, 5 സവോള അരിഞ്ഞതാണിത്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, കുറച്ച് കാന്താരിയുടെ ഞാൻ ചേർക്കുന്നുണ്ട് എരിവിനാവശ്യമായത്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ബീഫ് കുക്കറിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ബീഫൊക്കെ 5-8 വെള്ളത്തിൽ കഴുകി നേരത്തെ വെച്ചിരുന്നതാണ്. വെള്ളമില്ലാതൊന്ന് വാരി ഇതിലോട്ടിട്ടിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി നമുക്ക് അരപ്പിനകത്തും ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന്, ഇപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ, പിന്നീട് വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് ഇഞ്ചി പേസ്റ്റും കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കുകയാണ്. സ്വല്പം കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാല, കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മസാലയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു 7-8 വിസിൽ വരുന്നവരെ വേവിക്കാം. ബീഫൊക്കെ വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി കപ്പ കൂടെ വേവിക്കാം. കുറച്ച് കപ്പയേ ഉള്ളൂ, 1 കിലോ കപ്പയേ ഉള്ളൂ. അതൊന്ന് അരിഞ്ഞ് വെക്കട്ടെ. എല്ലാവരും അങ്ങനെ അരിയുന്നൊന്നും അറിയത്തില്ല, ഞാനിങ്ങനെ അരിയുന്നത്. ഇത് വേവിക്കാനാണ്, പുഴുക്കല്ല. കുറച്ചേ കാണൂ, ഞങ്ങൾക്ക് 2 പേർക്കൊക്കെ കഴിക്കാനേ കാണത്തുള്ളൂ. കപ്പയും ബീഫും ഒക്കെ ഉണ്ട്, എല്ലാവരും നല്ലപോലെ കഴിക്കും. ഞാനിത് നേരത്തെ പൊളിച്ച് കഴുകി വെച്ചേക്കുക. ഇതൊന്ന് അരിഞ്ഞിട്ട് ഇതും കൂടെ ബീഫ് പോകുമ്പോഴത്തേക്ക് റെഡിയാക്കി എടുക്കാം. കപ്പ വേവിക്കാൻ അടുപ്പ് കത്തിച്ച് വെക്കാം. കപ്പ ഇവിടെ നിന്ന് വേവട്ടെ. അപ്പോഴത്തെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ബീഫ് കറി വെക്കാനുള്ളതൊക്കെ ആക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം, കടുക് വറക്കാൻ, ഉള്ളി താളിക്കാനും എല്ലാം കൂടി ഇത്തിരി ഏറെ ഒഴിച്ചേക്കാം. കടുക് താളിക്കാനും ഇടാം. ഇത് വറ്റൽമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ചേ ഇടുന്നുള്ളൂ, ഇതൊന്നും ആർക്കും വേണ്ട, എല്ലാവരും പറക്കി ദൂരെ കളയും. ഇതോട്ട് സവാള അരിഞ്ഞത് അങ്ങോട്ട് വേണം. തേങ്ങ ഒന്ന് പച്ച മാറിയിട്ടുണ്ട്, അപ്പോൾ സവാളയും കൂടി ഇട്ട് നമുക്ക് മൂപ്പിച്ചിങ്ങെടുക്കാം. ശകല ഉപ്പ് സവാളയ്ക്കകത്തോട്ടിട്ട് അതൊന്ന് എളുപ്പമൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളി
ബാക്കിയുള്ളതോടെ അങ്ങ് ഇടുകയാണ്. ഇത് വെളുത്തുള്ളിയാണ്. ഇതിലോട്ട് കുറച്ച് കാന്താരി ചതച്ചിവിടെ ചേർക്കുകയാണ്. മുളക് പൊടി കുറച്ചാണ് ചേർക്കുന്നത്. കുരുമുളകും ചേർക്കും, കാന്താരിയും ചേർക്കും കൂടുതൽ. മുളക് പൊടി ഒരു കളറിന് മാത്രമേ ചേർക്കൂ. എരിവിന് കാന്താരി കുരുമുളകും കൂടെ ചേർത്ത്. മുളക് പൊടി കുറച്ച് ചേർക്കും, 1 സ്പൂണ്. ഇത് കുറച്ചും കൂടെ. കുരുമുളക് കൂടുതൽ ചേർക്കാം. ചേർത്താലും എരിവ് കൂടിയെന്നും പറഞ്ഞ് മുളക് പൊടി, മല്ലിപ്പൊടി മല്ലിപ്പൊടി 2 സ്പൂണ്. ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. ഗരം മസാല ഇതൊന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കും. ബീഫൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അവയൊക്കെ പോയി അടപ്പൊക്കെ തുറന്ന് ഇതിലോട്ട് ഇടുവാണ്. കമത്തി കൊടുക്കും. എല്ലാം കൂടെ ഒന്ന് ഇളക്കി തിളച്ച് വരട്ടെ. ഇതിനകത്ത് ഞാൻ ഇത്തിരി കായപ്പൊടി ഇടുന്നതായിരുന്നു, അത് മറന്നുപോയി. അപ്പോൾ ഇതിലോട്ടങ്ങ് ചേർക്കുവാണ്. കുക്കറിൽ കായത്തിൻ്റെ കട്ട ഇടുന്നതാണ്, അതൊന്നങ്ങ് മറന്നുപോയി. കൂടി ഇതിനകത്തങ്ങിട്ട് വേവുമ്പോൾ അങ്ങ് ഊറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വേവായി വന്നത് വെടിച്ചു തുടങ്ങി ഉണ്ടോ. കപ്പ വെന്ത് ഊറ്റിക്കൊണ്ടുവന്ന് അതിനൊരിത്തിരി അരപ്പ്, ഒരു 5-6 കാന്താരി, വെളുത്തുള്ളി, ജീരകം, ശകലം തേങ്ങയും കൂടെ അരയ്ക്കുവേ. എരിവൊക്കെ കൂടുതലാവാതിരിക്കും. ശകലം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. അരപ്പിട്ടെന്ന് ഇളക്കിയെടുക്കട്ടെ. എന്നിട്ടുണ്ട് ചീനി ബീഫും കൂട്ടി കഴിക്കുന്നു. നല്ല കുഴച്ച് വേവിച്ച ചീനി സൂപ്പറാ. മീനായാലും ബീഫായാലും ചീനി കഴിക്കാൻ സൂപ്പറാണ്. നല്ല വെന്ത വേവുന്ന ചീനി. ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കട്ടെ. കുടുക്കി ചേർത്തേക്കാം ഒരു ശക്കലം. ഒക്കെ റെഡിയായി. ഇനി ഓഫ് ചെയ്ത് വെക്കുക, കഴിക്കുക. കപ്പയും കുട്ടി ആരൊക്കെ അടിക്കുന്നോ അടിച്ചു വരിക്കുക. ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പില ഇട്ട് ഇത് വാങ്ങുക. കഴിഞ്ഞു. അപ്പം അച്ഛനാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നത്. കപ്പയും കൂട്ടി കപ്പയുടെ കൂടെ ബീഫ് കൂടെ ഒന്ന് അങ്ങോട്ട് വീഴുന്ന കിട്ടണം. മതി മതി, വേണമെങ്കിൽ പിന്നെ ഇടാം. കഴിച്ച് നോക്കട്ടെ, എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ്. നല്ല എരിവുണ്ട് കാന്താരിയുടെ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? ടേസ്റ്റ് അടിപൊളി. കുഞ്ഞിന് പറ്റുമോ ഇത് എരിവ്? അവനല്ലാതെ തന്നെ എരിവ് പറ്റില്ലല്ലോ. ബഗ് അടിക്കുന്നവർക്കാണെങ്കിൽ ഒരു ബഗ്
അല്ലെങ്കിൽ ഒരു ബിയറോ അടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ കപ്പയും ബീഫും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക.